നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നറുമലരുകൾ വിരിയുന്ന പുതുവസന്തം നിറയുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കൊപ്പം ആദ്യമായൊരു കാനന യാത്ര. എല്ലാരും റെഡിയല്ലേ? ദാ നമ്മുടെ പ്രിയപ്പെട്ട കാട്ടിലെ കൂട്ടുകാർ. കഴിഞ്ഞ കുറേ വർഷത്തെ അധ്വാനത്തിന് ഫലം കിട്ടിയതിന്റെ ആത്മസംതൃപ്തി മുഖത്ത് കാണുന്നുണ്ടല്ലോ. തീർച്ചയായും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ട് ഈ വനശ്രീ അവാർഡ് കിട്ടിയതില്. എന്തായാലും ഈ നാട് മുഴുവൻ അറിയപ്പെട്ടില്ലേ? അതു നേരാ. നമ്മുടെ ഈ കാട് മുഴുവൻ അറിയുന്ന വനശ്രീ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ സന്തോഷമാ. അതിലുപരി ഈ അവാർഡ് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആവണം. അതാണ് ശരി. മറ്റുള്ളവരും കൃഷിയിലേക്ക് തിരിയുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഇങ്ങനെയുള്ള അവാർഡുകൾക്ക് സാധിക്കും. ആ സ്റ്റേജിൽ കയറി നിൽക്കാനും മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാനും കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. അതെ 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 അതെ. മക്കളെ കൃഷിരീതിയിലേക്ക് തിരിയുക, കൃഷിയിലൂടെ നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമായിരിക്കണം നമ്മുടെ ഇടയിൽ. വമ്പൻ സാർ പറഞ്ഞതാ ശരി. മറ്റു കാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിഷമുള്ള പച്ചക്കറികൾ നമ്മുടെ പുതുതലമുറയെ നശിപ്പിക്കുമെന്നേ. അതെ അതെ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നേ. ഓ, എനിക്ക് ഈ കൃഷിയൊന്നും അത്ര വശമില്ലാട്ടോ. അതൊക്കെ ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളാ. ഒരടുക്കളത്തോട്ട് നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾ പച്ചക്കറി കൃഷിയിലേക്ക് തിരിയണം. തീർച്ചയായും ചേട്ടാ, ഞങ്ങൾ കൃഷിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാ. വളരെ നല്ലത് മക്കളെ. ഈ കാലത്ത് ഇങ്ങനെയുള്ളവരെയാണ് നമ്മുടെ കാടിന് ആവശ്യം. മാറുന്ന ലോകത്ത് ഒരു പുതുജീവനേകാൻ നമ്മുടെ കൃഷിയിടം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതെ അതെ, അതാകട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. എത്താറായി. സൈഡാക്കി ഇവിടെ നിർത്തിയാ മതി. ഗംഭീർ, എന്താലോചിച്ചാ ഈ ഇരിപ്പ്? എന്റെ പപ്പീസ് വീട്ടിൽ പോവാൻ തോന്നണില്ലാന്ന്. എന്താ ഗംഭീർ പറയുന്നത്? എന്റെ പപ്പീസ്, നമ്മൾ ഇത്രയും പഠിച്ചത് എന്തിനാ? ജോലി വാങ്ങാൻ, അല്ലാണ്ട് കൃഷിപ്പണി എടുക്കാനല്ലല്ല. അല്ലേ? അല്ല, അതാണ് പ്രശ്നം. എന്ത് പറഞ്ഞാലും കൃഷി കൃഷി കൃഷി. അത് ഗംഭീറിന്റെ പപ്പ നല്ലൊരു കൃഷിക്കാരനും ഇപ്രാവശ്യം വനശ്രീ വാങ്ങിയ ആളുമായതുകൊണ്ടാ. മിണ്ടിപ്പോകരുത്. എവിടെ ചെന്നാലും കൃഷി കൃഷി കൃഷി. മടുത്തു. ഗംഭീർ എന്തായി പറയുന്നത്? കൃഷി നല്ലതല്ലേ? നല്ലത് തന്നെയാ, പക്ഷേ അത് നമുക്ക് പറ്റിയ പണിയല്ല. അത് നേരാ. ഇത്രയും കാലം പഠിച്ചിട്ട് മണ്ണ് കാണുമ്പോൾ ഒരു തരം വെറുപ്പാ. പണിയെടുക്കുമ്പോ ഓർക്കാനേ കഴിയുന്നില്ല. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയ നരകത്തിന്ന് രക്ഷപ്പെടായിരുന്നു. എന്തായാലും ഗംഭീർ വീട്ടിലേക്ക് ചെല്ല്, ബാക്കി പിന്നീടല്ലേ. പിന്നെ പപ്പീസേ, ഞാൻ ഏത് നിമിഷവും സ്ഥലം വിടും. ഇനി പോണ സമയത്ത് പറഞ്ഞില്ല എന്നുള്ള പരിഭവം വേണ്ട. ഗംഭീറിന്റെ ഭാവിക്ക് വേണ്ടി ഏത് തീരുമാനവും എടുക്കാം, പക്ഷേ അത് കൃഷിയാവും. ഒരിക്കലുമല്ല പപ്പീസ്. ബൈ.
എന്തൊരാശ്വാസം. നല്ലപോലെ ജീവിച്ച ഒരുത്തനെ വഴിയാധാരമാക്കിയപ്പോൾ സമാധാനമായി. ഇക്കാലത്ത് കൃഷിക്ക് ഡിമാൻഡ് കൂടിയെന്ന് ആ മണ്ടനെങ്ങാനും മനസ്സിലാക്കിയാൽ അവൻ രക്ഷപ്പെട്ടേനെ. മരിമഴകൾ ചൊരിഞ്ച് ചെറുവയലുകളൊക്കെ നനഞ്ച് പൂട്ടിയൊരുക്കി അണിഞ്ച് മോനെ പപ്പനൊന്ന് സഹായിക്കുന്നേ. എനിക്കെങ്ങും വയ്യ കയ്യിൽ മണ്ണാക്കാൻ. എന്താ ഗംഭീർ ഇത്? ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചത് കൊണ്ടല്ലേ ഈ വീടും സ്ഥലവും മോന് പഠിക്കാനും ഒക്കെ പറ്റിയത്. ഞാൻ പഠിച്ചതേ കൃഷി ചെയ്യാനല്ല, ജോലിക്ക് വേണ്ടിയാ. മോനെ മണ്ണിൽ പണിയെടുക്കുന്നതാ യഥാർത്ഥ ജോലി. പപ്പ എനിക്ക് പുറത്തേക്ക് പോണം, നല്ലൊരു ജോലി ചെയ്യണം. മോനെ നമ്മളെല്ലാം ഈ മണ്ണിന്റെ മക്കളാ. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ച ഉണ്ടായത് ഈ മണ്ണിൽ പൊന്നു വിളഞ്ഞത് കൊണ്ടാ. മടുത്തു മടുത്തു മടുത്തു. എനിക്ക് ഈ ജീവിതം തന്നെ മടുത്തു. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. തമ്പി നിക്ക്. ഈശ്വര, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്റെ മോന് നല്ല ബുദ്ധി തോന്നണേ. എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്ന ഒന്നാവും കേൾക്കുന്നില്ലെന്നേ. സാരമില്ലെന്നേ, എല്ലാം ന്യൂ ജനറേഷന്റെ ഭാഗമാണെന്ന് കരുതിയാ മതി. ശരിയാ സാറേ. എന്നാലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വളർത്തിയ എന്റെ മോൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ച് എല്ലാം പുതിയ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുശ്രീ ഏറ്റുവാങ്ങി എനിക്ക് എന്റെ മോൻ കൃഷിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ സഹിക്കുന്നില്ല സാറേ, സഹിക്കുന്നില്ല. എല്ലാം ശരിയാകും ചേട്ടാ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശരിയായിരുന്നുവെന്ന് ഒരു ദിവസം ഇവർക്ക് മനസ്സിലാകും. ആ തിരിച്ചറിവ് വന്നാ മതിയായിരുന്നു. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാകും. ഗംഭീരനെ ഞാനൊന്ന് കാണട്ടെ. എന്നാ ശരി സാറേ, കഞ്ഞിക്ക് സമയായി, ഞാൻ പോയിക്കോട്ടെ. ഓ, മാതാപിതാക്കളുടെ വേവലാതി കാണുമ്പോൾ എന്റെ ഈശ്വര, ഇതൊക്കെ എങ്ങനെ സഹിക്കും? അപ്പോ ഗംഭീർ ഈ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? അത് സാറേ, അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണത്. ഗംഭീർ, പപ്പയെ സഹായിച്ച് വീട്ടിൽ തന്നെ നിന്ന ആവശ്യത്തിന് വരുമാനവുമാവും ആത്മസംതൃപ്തിയും ലഭിക്കും. എനിക്ക് ഈ നശിച്ച കൃഷിയോട് താല്പര്യമില്ല സാറേ. ഓ, ഓക്കെ ഓക്കെ, കുറച്ചു കഴിഞ്ഞ് പരിതപിക്കാതിരുന്നാൽ മതി. ഞാൻ എന്റെ ജോലിയിൽ ഫുൾ ഹാപ്പി ആയിരിക്കും. ശരി ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോയിക്കോട്ടെ. പിന്നെ മഴയും വെയിലും കൊണ്ട് പണിയെടുത്ത് മരിക്കാനൊന്നും എനിക്കാവില്ല. കറങ്ങുന്ന കസേരയിൽ AC-യിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ. അതന്നെ, അതിനാ ഒരു ഗമ. ഇത് ചെളിയും ചേറും. ഓർക്കുമ്പോ തന്നെ ഏത് നിമിഷവും ഞാൻ മുങ്ങുട്ടോ. എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ശരി, കാണാം. ഓരോരുത്തന്റെ ലൈഫ് തകർന്നപ്പോ എന്തൊരാശ്വാസം, എന്തൊരു സമാധാനം, എന്തൊരു ആശ്വാസം. ഓ അതെയോ? ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. വിളിക്കാമെന്ന് പിടിച്ചു നിൽക്കണം. എന്ത് വില കൊടുത്തും അതൊക്കെ ഉണ്ടാകും. സഹിക്കണമെന്ന്. അതേന്ന്, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. എന്തായാലും വിളിക്കാമെന്ന്. ഓക്കെ ഓക്കെ, ബൈ. എന്താ പപ്പീസേ, എന്താണ് പ്രശ്നം? സംഗതി അല്പം സീരിയസ് ആണെന്നേ. ഓഹോ, കാര്യം പറ പപ്പീസേ. നമ്മുടെ ഗംഭീറിന്റെ കാര്യം അല്പം കഷ്ടത്തില. അയ്യോ, ഗംഭീർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയല്ലേ? അതെ അതെ, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാ, ഒടുക്കത്തെ പണി. ജോലി ഭാരം ഗംഭീറിനാകെ തളർത്തി. അയ്യോ, കഷ്ടം. അവന് ഇവിടെ അവന്റെ പപ്പയുടെ കൂടെ നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്ത് ചെയ്യാനാ, എല്ലാം ഗംഭീറിന്റെ തെറ്റാ. ഏത് നിമിഷവും അവൻ ഇവിടെ തിരിച്ചെത്തും. അത്രയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വമ്പ് സാറിന് വിവരം അത് വേണ്ട, അവൻ അല്പം അനുഭവിക്കട്ടെ. അവനൊരു അഹങ്കാരിയാ. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് അവൻ കേൾക്കണ്ടേ? ഓ ശരി ശരി, ഞാൻ പോട്ടെ, എനിക്ക് ജോഗിങ്ങിന് സമയമായി. ഓ സമാധാനം. എന്തൊക്കെയായിരുന്നു? AC, കമ്പ്യൂട്ടർ, ഇറങ്ങുന്ന കസേര. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം, എന്തൊരു സമാധാനം. ഇന്നലെ വമ്പൻ സാർ പോയിട്ട് ഗംഭീറിനെ കൊണ്ടുവന്നത് അത്രേ. ഹോ, കഷ്ടമായി പോയി. വളരെ കൂടുതലാന്നാ കേട്ടത്.
ഇതൊക്കെ ആരറിയാനാ? വളരെ ദൂരത്തല്ലേ, ഭാഷ പോലും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടും. ഭാഗ്യത്തിന് സാറിന്റെ ഒരു കൂട്ടുകാരനെ ഗംഭീർ കണ്ടുമുട്ടി, അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞത്. ഹോ, ഗംഭീറിന്റെ പപ്പയുടെ കാര്യം ഓർക്കുമ്പോഴാ. ആ അതെ അതെ അതെ, പാവം വളരെ വിഷമിച്ച കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞത് തന്നെ. എന്തായാലും ഗംഭീർ തിരിച്ചെത്തിയല്ലോ, അത് തന്നെ സമാധാനം. മുഹമ്മദ് സാർ ഗംഭീരമായി ഫോണിൽ സംസാരിച്ചപ്പോഴേ കാര്യങ്ങളൊക്കെ തിരിഞ്ഞത്. അപ്പോൾ തന്നെ സാറ് പുറപ്പെടുകയായിരുന്നെന്ന്. അതെയോ? മോനെ ഗംഭീർ, സാറേ എന്റെ മോന്റെ ഇരിപ്പ് കണ്ട, വയ്യാണ്ട് തിരിച്ചെത്തിയതാ. കഷ്ടം. സാരമില്ല, ഗംഭീറിന് ജോലിഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. ദിവസവും രാവും പകലുമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് പറ്റിയതാ. മോനെ ദേ, ഉറങ്ങാതെ ഫുൾ ടൈം AC യിൽ ഇരുന്നത് കൊണ്ട് പനിയും പിടിച്ചു, ചുമയും പിടിച്ചു. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതും ഡ്രിപ്പ് എടുക്കേണ്ടി വന്നതും. ആ സാറില്ല മോനെ, അസുഖം ഭേദമായാൽ മോനെ അങ്ങോട്ട് തന്നെ പോകാലോ. ശരിയാ. എന്താ ഇത്? കരയാതെ ഗംഭീർ, പപ്പ പറഞ്ഞില്ലേ അസുഖം മാറിയാൽ ജോലിക്ക് തിരിച്ചു പോകാമെന്ന്. ഇല്ല സാറേ, ഇനി ഞാൻ പപ്പയോടൊപ്പം ഇവിടെ കൃഷിക്കാര്യങ്ങൾ നോക്കി ജീവിക്കും. ഗംഭീറിന്റെ മനസ്സ് മാറി. ഓ, ഇത് ഗംഭീറിന്റെ ഉറച്ച തീരുമാനമാണോ? അതെ സാറേ, ഞാൻ കഴിഞ്ഞ കുറച്ചു ദിവസം അനുഭവിച്ച മാനസിക പിരിമുറുക്കം എനിക്ക് അറിയൂ. എന്തിനും ഏതിനും കുറ്റം പറയുന്ന ബോസ്, എപ്പോഴും പഴിചേരുന്ന സഹപ്രവർത്തകർ, എനിക്ക് മടുത്തു സാർ. പോട്ടെ പോട്ടെ, മതിമോനെ കരയാതെ. ഇപ്പോ മനസ്സിലായില്ലേ, നമ്മുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കാൻ പപ്പ മോനെ കൃഷി ചെയ്യുന്നതിനും മറ്റും പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ഗംഭീർ അത് അംഗീകരിച്ചില്ല. മനസ്സിലായി സാർ, വിദ്യാഭ്യാസം അതാവശ്യ, പക്ഷെ അത് ഒരു അഹങ്കാരമായി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ കൃഷിയെ വെറുത്തു, പപ്പയെ വെറുത്തു. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ഉപദേശിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങൾ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതും നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് വിനയായി മാറും. ദേ, ഇനിയും നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്. ജീവിത വീഥിയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കരങ്ങൾ തുണയായി ഉണ്ടാകും, തീർച്ച. അനുഭവ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്തു നിന്നും പോകാം ടിങ്കുവിന്റെ കുസൃതി വിരുന്നിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് എന്തോ ഒരു കാര്യം നീ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചല്ലോ. അതെ അങ്കിൾ. എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് ഒരു 10 രൂപ വേണം. 10 രൂപ വേണോ? എന്തിനാ 10 രൂപ? എനിക്കിന്ന് സ്കൂളിൽ കൊണ്ടുപോകാനാ. സ്കൂളിൽ കൊണ്ടുപോകാനാണോ? എന്താ 10 രൂപ കൊണ്ടുള്ള പരിപാടി? മിഠായി വല്ലതും വാങ്ങാനാണോ? അല്ല അല്ല. പിന്നെ എന്താ? അതായത് ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവരും 10 രൂപ വെച്ച് സ്വരൂപിക്കുന്നുണ്ട്. അതെന്തിനാ 10 രൂപ വെച്ച് സ്വരൂപിക്കുന്നത്? ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുക്കണം. എന്ത് സമ്മാനം വാങ്ങി കൊടുക്കാനാ? അവന് നല്ല പുസ്തകമില്ല. ഓ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പണം പിരിച്ച് നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരന് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോവാണല്ലേ? അതെ അതെ. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കൂട്ടായ പ്രയത്നങ്ങൾ പലപ്പോഴും നല്ല വിജയത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ അതിന് മുൻകൈ എടുക്കണം. അതെ, ഞാനാ ഇത് കണ്ടുപിടിച്ചു. ഓ, അത് ശരി. ടിങ്കു ആണേ ഇതിന് മുൻകൈ എടുത്തേ? അതെ അതെ. ഓ, അത് ശരി. ടിങ്കു, ഒരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് റയൽ വെൽ ഫൗണ്ടേഷൻ എന്നാണ്. പാവപ്പെട്ട രാജ്യങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് ആ ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രത്യേകമായ പദ്ധതി എന്ന് പറയുന്നത്. എന്താ അത് പറയാൻ കാരണം? അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. ആ ഫൗണ്ടേഷൻ രൂപീകരിച്ചത് ഒരു ചെറിയ കുട്ടിയായിരുന്നു. അതെങ്ങനെ അങ്കിൾ? ആ കുട്ടി ഒരു ദിവസം സൺഡേ ക്ലാസ്സിൽ നിന്നും ഒരു കാര്യം കേട്ടു. ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച്. അവർക്ക് തീരെ വെള്ളമില്ല. വെള്ളം കിട്ടണമെങ്കിൽ തന്നെ കിലോമീറ്ററോളം അവർ നടന്നു വേണം വെള്ളം ശേഖരിക്കാനായിട്ട്. ആ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഈ റയാൻ മനസ്സിൽ ചിന്തിച്ചു.
അവൻ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത് അങ്കിൾ? $70 ഉണ്ടെങ്കിൽ ഒരു കിണർ കുഴിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അന്നു മുതൽ അവന് കിട്ടുന്ന ചെറിയ പണം അവൻ സ്വരൂപിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, അവൻ്റെ അപ്പനോടും അമ്മയോടും പങ്കുവെച്ച് അവരുടെ കയ്യിൽ നിന്നും പണം ശേഖരിച്ചു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? അങ്ങനെ അവൻ $70 ശേഖരിച്ചു. പക്ഷേ $70 ശേഖരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് $70 കൊണ്ട് പറ്റത്തില്ല, ഈ $2000 മിനിമം വേണം. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? അവൻ തൻ്റെ കൂട്ടുകാരോടൊക്കെ പങ്കുവെച്ചു. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരോട്, അവൻ്റെ കസിൻസിനോടൊക്കെ പങ്കുവെച്ചു. അവരെല്ലാം പൈസ കൊടുത്തു. അങ്ങനെ $2000 അവൻ സ്വരൂപിച്ച് ആ സ്ഥലത്തേക്ക് അവനത് അയച്ചു കൊടുത്തു. അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് ഒരു കിണർ കുഴിച്ചു. ആ ദേശത്തുള്ള ആളുകൾക്കെല്ലാം വെള്ളം ലഭിച്ചു. നല്ല കാര്യമല്ല അങ്കിൾ? പിന്നെ ഇത് കേട്ടപ്പോൾ ഇത് നല്ലൊരു വാർത്തയായിട്ട് മറ്റുള്ളവർക്ക് തോന്നി. അവിടുത്തെ മാഗസിൻസ് ഇതെല്ലാം പ്രസിദ്ധീകരിച്ചു. ഒരു കുട്ടി മുൻകൈ എടുത്ത് ഒരു കിണർ കുഴിച്ചത്. ഇത് കേട്ടപ്പോൾ അനേകർ ഈ കുട്ടിയെ സഹായിക്കുവാനായിട്ട് വന്നു. അങ്ങനെ അവരൊരു ഫൗണ്ടേഷൻ ആരംഭിച്ചു. അതാണ് റയൽ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇന്ന് അനേകം രാജ്യങ്ങളിൽ ശുദ്ധജലം കൊടുക്കുന്ന ഒരു നല്ലൊരു പ്രസ്ഥാനമാണ് ഈ റയൽ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അങ്കിൾ, എനിക്ക് നല്ല സന്തോഷം തോന്നി. അതെന്താ? ഞാനും ചെയ്യുന്ന അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ പ്രവൃത്തികൾ ഒരു പക്ഷേ അത് കണ്ട് അനേകർക്ക് പ്രചോദനമുണ്ടായി ഒരു വലിയ മാറ്റം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരാൾ മുൻകൈ എടുക്കണം, അല്ലേ? അതെ അങ്കിൾ. ഒരാൾ മുൻകൈ എടുത്താലേ നമുക്ക് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്കിൾ മറ്റൊരു കഥയും കേട്ടിട്ടുണ്ട്. എന്താ അങ്കിൾ? ഒരു റോട്ടിൽ ഒരു മരം വീണ് കിടക്കുക. അനേകം ആളുകൾ അത് മാറ്റാതെ മാറി നിന്നപ്പോൾ ഒരു കുട്ടി മുമ്പോട്ട് വന്നു. ആ മരം തള്ളി നീക്കുവാനായിട്ട് ശ്രമിച്ചു. അവന് മാത്രം കഴിയുമോ അത്? ഇല്ല. എന്നാൽ അവൻ പരിശ്രമിച്ചു. അത് കണ്ട് അനേകർ അവൻ്റെ കൂടെ കൂടി ആ മരം തള്ളി നീക്കി ആ വഴി ഏറ്റവും സുന്ദരമാക്കി മാറ്റി. ഒരാൾ മുൻകൈ എടുക്കണം. നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യത്തെ ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കാണുന്ന അനേകർ നമ്മുടെ കൂടെ കൂടും. വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമൂഹം മാറണമെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത്? ഞാൻ. തീർച്ചയായിട്ടും. കാരണം ഞാൻ കൂടുന്നതാണ് കുടുംബം, കുടുംബം കൂടുന്നതാണ് സമൂഹം. അങ്ങനെ സമൂഹത്തെ മാറ്റാൻ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അങ്കിൾ. താങ്ക് യു. നർമ്മവും നന്മയും കലർന്ന ഇന്നത്തെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയാലും ആയില്ലെങ്കിലും കത്തുകൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സന്തോഷവും ആനന്ദവും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.